بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن نفس لا تشبع ومن دعوة لا يسمع. أما بعد, സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയ്യയിൽ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അദ്ദാരിയാത്തിലെ ആയത്ത് ഉദ്ധരിച്ചെടുത്ത് അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അള്ളാഹു അവനാണ് റസ്സാഖ്, റിസ്ക് നൽകുന്നവൻ, ഉപജീവനം സകല പടപ്പുകൾക്കും ധാരാളമായി ഏകുന്നവൻ. ദുൽ ഖുവ്വത്തി അൽ മതീൻ, ഈ ആയത്തിൽ വന്നിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ നമ്മൾ വിശദീകരിക്കാൻ ബാക്കിയുള്ളത് ദുൽ ഖുവ്വ, അതുപോലെ അൽ മതീൻ എന്നീ വിശേഷണങ്ങളാണ്. ദുൽ ഖുവ്വ എന്നാൽ അള്ളാഹു ഖുവ്വത്തുള്ളവനാണ്. അൽ ഖവി എന്നതാണ് പേര്, ഇസ്ം. ഖുവ്വത്ത് എന്നത് അവൻ്റെ സിഫത്താണ്, വിശേഷണമാണ്. അൽ മതീൻ എന്നത് അള്ളാഹുവിൻ്റെ പേരുകളിലൊന്നാണ്. അൽ മതീൻ, മതീൻ എന്ന പേരിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്ത് അൽ മതാന, അഥവാ അള്ളാഹുവിൻ്റെ ശക്തി, ബലം എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു റബ്ബുൽ ആലമീൻ ദുൽ ഖുവ്വ, അവൻ ഖുവ്വത്തുള്ളവനാണ്, അവൻ ശക്തിയുള്ളവനാണ്. ആ സിഫത്ത് അറിയിക്കുന്ന പേരേതാണ്? അൽ ഖവി എന്ന പേരാണ്. അൽ ഖവി, ഖവി എന്നാൽ ശക്തൻ, ഏറ്റവും ശക്തൻ. ദുൽ ഖുവ്വ എന്നാൽ ദു എന്ന വാക്ക് അത് ചേർത്ത് വന്നാൽ അത് ചേർത്ത് പറയുന്ന കാര്യമുള്ളവൻ എന്നാണ്. അപ്പോൾ ദു മാൽ എന്ന് പറഞ്ഞാൽ മാലുള്ളയാൾ, സമ്പത്തുള്ളയാൾ. ദു അഹൽ, കുടുംബമുള്ളയാൾ. ദുൽ അർഷ്, അർഷുള്ളവൻ. ദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്റാമും ഉള്ളവൻ, ആദരവും മഹത്വവും ഉള്ളവൻ. ദുൽ ഖുവ്വ എന്നാൽ ഖുവ്വത്തുള്ളവൻ. അള്ളാഹു ഖവിയാണ്, അവൻ ഖുവ്വത്തുള്ളവനാണ്. അവൻ്റെ വിശേഷണമാണ് ഖുവ്വ, ശക്തി. അവൻ ഖദീറാണ്, അവൻ കഴിവുള്ളവനാണ്. അപ്പോൾ നോക്കൂ, ഖുദ്റത്തും ഖുവ്വത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഖുദ്റത്ത് എന്നാൽ കഴിവെന്നാണ് അർത്ഥം, ഖുവ്വത്ത് എന്നാൽ ശക്തി എന്നാണ് അർത്ഥം. എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം? ഖുവ്വത്ത് അത് ദഅഫിൻ്റെ വിപരീതമാണ്, ദൗർബല്യത്തിൻ്റെ വിപരീതമാണ് ഖുവ്വ. ഖുദ്റത്ത് അജ്സിൻ്റെ വിപരീതമാണ്. അജ്സ് എന്നാൽ കഴിവുകേട്, കഴിവില്ലായ്മ. മറ്റു ചിലർ വിശദീകരിക്കുകയുണ്ടായി, ഖുവ്വത്ത് എന്ന വാക്ക്, ഖുവ്വത്ത് എന്ന സിഫത്ത് അത് കുറച്ചുകൂടി വിശാലമാണ്. അതുകൊണ്ടാണ് ഭാഷയിൽ അത് ജീവനുള്ളവയെയും ഇല്ലാത്തതിനെയും ഖുവ്വത്ത് കൊണ്ട് വിശേഷിപ്പിക്കും. പക്ഷെ ഖുദ്റത്ത് ജീവനുള്ളതിനെ മാത്രമേ വിശേഷിപ്പിക്കൂ. ഉദാഹരണത്തിന് ഒരു ഇരുമ്പ്, അതിനെ ആ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാണ്, അൽ ഹദീദു ഖവി, ഹദീദു ഖവി, ഇരുമ്പ് വളരെ ശക്തിയുള്ളതാണ്. പക്ഷെ അൽ ഹദീദു ഖാദിർ എന്ന് പറയുമോ, അത് കഴിവുള്ളതാണെന്ന് പറയുമോ? ഇല്ല, അതിന് കഴിവുണ്ടെന്ന് പറയും, പക്ഷെ അതിന് ശക്തി ഉണ്ടെന്ന് പറയും. അപ്പോൾ നോക്കൂ, ഖുവ്വ എന്ന വാക്ക് ഒന്നുകൂടി വിശാലമാണ്. എന്നാൽ ഖുദ്റ അത് അത്ര വിശാലമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ കഴിവുള്ളവനാണ്, ഏത് കാര്യത്തിനും അവൻ ഖവിയാണ്,
അവൻ ഏറ്റവും ശക്തനാണ്, അവൻ ഏറ്റവും ശക്തിയുള്ളവനാണ്. ദുൽ ഖുവ അൽ മതീൻ, മതീൻ എന്നാൽ അവൻ മതാനത്തുള്ളവനാണ്. മതാനത്ത് എന്നാലും ബലം, ശക്തി എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഖുവത്തിൻ്റെ അങ്ങേയറ്റം ആണ് മതാന, അങ്ങേയറ്റത്തെ ബലം സൂചിപ്പിക്കുന്ന പദമാണ് മതാന. ഇവിടെയാണ് ഒരു പാഠമുള്ളത്. അള്ളാഹുവിൻ്റെ പേരുകൾ, അത് രണ്ട് പേരുകൾ അടുത്തടുത്ത അർത്ഥമുണ്ടാകും, പക്ഷെ പരിപൂർണമായും ഒരുപോലെ ആയിരിക്കില്ല. വ്യത്യാസങ്ങളുണ്ടാകും, സാമ്യതകളുണ്ടാകും, പക്ഷേ ഒരുപോലെ ആയിരിക്കില്ല രണ്ട് പേരുകൾ. മറിച്ച് അതിന് സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ടാകും. അതാണ് ഖവി, മതീൻ തുടങ്ങിയ പേരുകളിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല ഖവിയാണ്, മതീനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഖവിയായ റബ്ബിൽ ഭരമേൽപ്പിക്കുകയും അവനെ ഭയപ്പെടുകയും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവാണ് ഖവി, അവൻ ഏറ്റവും ബലമുള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു തആല അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ കഴിവുള്ളവനാണ്, അവൻ ഏറ്റവും ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് ഏത് ദഈഫും ഏത് ദുർബലനും റബ്ബ് സുബ്ഹാനഹു തആലയിൽ അവലംബിച്ചാൽ അള്ളാഹു സഹായിക്കുന്നതോടെ അവൻ ശക്തനാകുന്നു. റബ്ബ് ഖുവത്ത് നൽകാതെ ഒരാൾക്കും ഒരു ഖുവത്തുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു കഴിവോ ഒരു ശക്തിയോ ഇല്ല ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയെ കൊണ്ടല്ലാതെ. ഈ ഈമാനികമായ പാഠങ്ങൾ അള്ളാഹുവിൻ്റെ ഈ പേരുകൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അടുത്ത ആയത്തുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ ഉദ്ധരിക്കുന്നു. ഒന്ന്, വഖൗലുഹു ലൈസ കമിസ്ലിഹി ഷൈ വഹുവസ് സമീഉൽ ബസീർ. ഈ ആയത്ത് നേരത്തെ ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാമത് ഇവിടെ ഉദ്ധരിച്ചത് എന്തിനാണ്? ഈ ആയത്ത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഹ്ലുസുന്നത്തിൻ്റെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഈ ആയത്ത്. ഈ ആയത്തിലുള്ള പല പല പാഠങ്ങൾ, പല രൂപത്തിലുള്ള ഗുണപാഠങ്ങൾ നമ്മൾ മുമ്പ് വിശദമായി പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് ഈ ആയത്തിൽ നിരാകരിക്കലുണ്ട്, സ്ഥിരീകരിക്കലുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അള്ളാഹു സമീആണ്, ബസീറാണ്. പടപ്പുകളിലും സമീഉം ബസീറുമായ ആളുകളുണ്ട്. മനുഷ്യൻ സമീഉം ബസീറുമാണ്, മനുഷ്യൻ കാണും കേൾക്കും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞാണ് മനുഷ്യനെ കുറിച്ച്, വജഅൽനാഹു സമീഅൻ ബസീറ. പക്ഷെ ആ സമഅ അല്ല ഈ സമഅ, ആ ബസർ അല്ല ഈ ബസർ. കാരണം ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ യാതൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് ഏതേത് വിശേഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അത് പടപ്പിനെ പോലെയല്ല എന്ന പാഠങ്ങൾ, അതുപോലെ ഒരുപാട് പാഠങ്ങളുള്ള ആയത്താണ് മുമ്പ് നമ്മൾ വിശദീകരിച്ചിരുന്നു. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവിടെ രണ്ടാമതും ഈ ആയത്ത് കൊണ്ടുവന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ സമീഅ, ബസീർ എന്നീ പേരുകൾ മനസ്സിലാക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പേരുകളുടെയും വിശേഷങ്ങളുടെയും അടിസ്ഥാന പാഠങ്ങൾ ഈ ആയത്തിലുണ്ട് എന്നതുകൊണ്ടാണ് നേരത്തെ ഈ ആയത്ത് പറഞ്ഞത്. പൊതുവായ തെളിവിന് വേണ്ടി ഉദ്ധരിച്ചതാണ്. ഇവിടെ സമീഉം ബസീറുമാണ് റബ്ബ് എന്ന കാര്യം ഉണർത്താനാണ്. നോക്കൂ, എന്താണ് അള്ളാഹുവിൻ്റെ ഈ രണ്ട് പേരുകളുടെ അർത്ഥം? സമീഉ അൽ ബസീർ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ സമീആണ്, അവൻ ബസീറാണ്. അള്ളാഹു കേൾക്കുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ആ ആയത്തിൽ, ഒരൊറ്റ ആയത്തിൽ 3 തവണ അള്ളാഹുവിൻ്റെ സമഅ എന്ന വിശേഷണം 3 രൂപത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? ഒന്ന്, ഖദ് സമി, അള്ളാഹു കേട്ടിരിക്കുന്നു. പിന്നെ ആയത്തിൻ്റെ നടുവിൽ യസ്മഉ, അള്ളാഹു കേൾക്കുന്നു നിങ്ങളുടെ സംഭാഷണം. ആയത്തിൻ്റെ അവസാനം ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു സമീആണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു തആല സകല ശബ്ദവും കേൾക്കുന്നവനാണ്. അവൻ മുമ്പേ എല്ലാം കേൾക്കുന്നവനാണ്. സമഅ എന്ന അവൻ്റെ വിശേഷണം അവനോടൊപ്പമുള്ളതാണ്. അതേസമയം ഓരോ ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു അത് കേൾക്കുന്നു. കാരണം ശ്രദ്ധിക്കുക, സമഅ എന്ന വിശേഷണം ബന്ധപ്പെട്ട് നിൽക്കുന്നത് മസ്മൂഅത്തിനെയാണ്, കേൾക്കുന്ന ശബ്ദങ്ങളെയാണ്. മനസ്സിലായില്ലേ? ഇത് ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഞാൻ ആ കാഴ്ച കേട്ടു എന്നാരെങ്കിലും പറയുമോ? ഇല്ല. കാഴ്ച കാണലാണ്, ശബ്ദമാണ് കേൾക്കുക.
അള്ളാഹുവിൻ്റെ സമഅ എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുക അസ്വാത്താണ്, ശബ്ദങ്ങളാണ്. ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് കേൾക്കുന്നു. സമഅ എന്നവൻ്റെ വിശേഷണമാകട്ടെ അവനോടൊപ്പം മുമ്പേ ഉള്ളതാണ്. ഇത് ശരിക്കും മനസ്സിലാക്കി ഈ ഭാഗം. ഇത് കാരണം ഈ പറയുന്ന ഭാഗം ശ്രദ്ധിച്ചാലാണ് പിഴച്ച കക്ഷികളുടെ വ്യതിയാനവാദം എന്താണ് നമുക്ക് മനസ്സിലാകുക. അതുപോലെ ബസീർ, കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് കാണുക? മുബ്സറാത്ത് അല്ലെങ്കിൽ മർഇയാത്ത്, കാഴ്ചയാണ് കാണുക. ആ ശബ്ദം ഞാൻ കണ്ടു എന്ന് പറയുകയില്ല. ശബ്ദം കേൾക്കലാണ്, കാണലല്ല. കാഴ്ച കാണലാണ്, കേൾക്കലല്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഏത് കാഴ്ചയും കാണുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത്? കാരണം അള്ളാഹുവിൻ്റെ ഈ വിശേഷണങ്ങളെ നിഷേധിച്ച പിഴച്ച കക്ഷികളുണ്ട്. അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ് എന്ന് പറഞ്ഞതിനെ നിഷേധിച്ച പിഴച്ച കക്ഷികളുണ്ട്. എന്താണ് അവർ നിഷേധിക്കാനുള്ള കാരണം? അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പലതിനെയും നിഷേധിക്കുന്നതിലേക്ക് അവരെ നയിച്ച കാരണം തന്നെ എന്താണത്? അവർ വിചാരിച്ചു അള്ളാഹു കാണുന്നവനാണ്, കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ സമഉണ്ട്, ബസറുണ്ട്, അവന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട് എന്ന് പറഞ്ഞാൽ പടപ്പുകളെ പോലെ ആയിപ്പോകും, സൃഷ്ടികളെ പോലെ ആയിപ്പോകും. സൃഷ്ടികൾക്കാണല്ലോ കാഴ്ചയും കേൾവിയും ഉള്ളത് എന്നതാണ് അവരുടെ പേടി. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാഴ്ച അത് അവൻ്റേത് മാത്രമാണ്, പടപ്പുകളുടേത് പോലെയല്ല. അവൻ്റെ കേൾവിയും അതെ. ഇതുകൊണ്ട് അവരെന്ത് ചെയ്തു? പിഴച്ച കക്ഷികൾ ചിലർ പറഞ്ഞു അള്ളാഹു കേൾക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹു അറിയും എന്നാണ്. അള്ളാഹു കാണും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹു അറിയുമെന്നാണ്. കേൾവിയും കാഴ്ചയുമല്ല, പിന്നെയോ അറിയുക എന്നതാണ് എന്നവർ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇത് തീർത്തും പിഴച്ചവാദമാണ്. കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, ചിലപ്പോൾ തോന്നിയേക്കും എന്താ കുഴപ്പം, അള്ളാഹു അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കേൾക്കുമെന്ന് ഒരായത്ത് വന്നാൽ അതിനർത്ഥമായി അവർ പറയും അള്ളാഹു അറിയും. കാണുമെന്നൊരായത്തിൽ വന്ന ഒരു അർത്ഥം പറയുന്നത് അള്ളാഹു അറിയും. ഹദീസിൽ വന്നാലും അതെ, അതിനറിയും എന്നർത്ഥം പറയും. കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കും ഇത് എന്താ ഇപ്പോൾ കുഴപ്പം, അറിയണ്ടല്ലോ. അല്ല, സമഅ എന്ന വിശേഷണത്തെ നിഷേധിക്കാനാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ നോക്കൂ, ഇത് രണ്ടും രണ്ടാണ്. അറിവ് വേറെ, കേൾവി വേറെ. അറിവ് വേറെ, കാഴ്ച വേറെ. അതുകൊണ്ടാണ് നോക്കൂ, ചെവി കേൾക്കാത്തൊരു മനുഷ്യൻ നിങ്ങൾ സങ്കല്പിക്കുക. ചെവി കേൾക്കാത്തൊരു മനുഷ്യൻ അയാളോട് ആളുകൾ സംസാരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്ന കാര്യം അയാൾക്ക് അറിയാം. അറിവും കേൾവിയും രണ്ടാണ്. അയാൾക്കറിയാം ആൾ സംസാരിക്കുന്നുണ്ട് എന്ന്, പക്ഷെ ആൾ കേൾക്കുന്നില്ല. ഇത് രണ്ടും. അതുകൊണ്ട് ഒന്ന് ഉണ്ടായാൽ മറ്റേത് ഉണ്ടാകണമെന്നില്ല. അതുപോലെ നോക്കൂ, അന്ധനായ ഒരു മനുഷ്യൻ, അയാൾ മുന്നിൽ ആളുകളെ കാണുന്നില്ല, പക്ഷേ ആളുകളുടെ സാന്നിധ്യം അയാൾ അറിയും. പല സന്ദർഭങ്ങളിലും അറിവ് വേറെ, കാഴ്ച വേറെ. പറയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ കാണുമെന്ന് പറഞ്ഞാൽ അവൻ കാണുമെന്നാണ്, അറിയുമെന്നല്ല. അറിയുമെന്നത് വേറെ വിശേഷണമാണ്. ഇൽമ് അവൻ്റെ വേറെ സിഫത്താണ്. അവൻ കാണുമെന്ന് പറഞ്ഞാൽ അവൻ കാണുമെന്ന് തന്നെയാണ്, അറിയുമെന്നല്ല. അറിയുമെന്നത് അവൻ്റെ വേറെ സിഫത്താണ്. അവൻ ഇൽമുള്ളവനാണ്, അവൻ ബസറുള്ളവനാണ്, അവൻ സമഉള്ളവനാണ്. ഇങ്ങനെ വിശ്വസിക്കാൻ നിർബന്ധമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവർ ഈ പറയുന്ന വാദപ്രകാരം അള്ളാഹു കേൾക്കും കാണും എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി. കാരണം സൃഷ്ടികൾക്കാണ് സമഉം ബസറും ഉള്ളത്. എങ്കിൽ കൂട്ടരെ, നിങ്ങൾ ഇൽമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അറിവുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതും പടപ്പുകൾക്കുണ്ടല്ലോ. അള്ളാഹു അറിയുന്നു, പടപ്പുകളും അറിയുന്നുണ്ട്. അപ്പോൾ അവർ പറയും, എന്താ അവർ മറുപടി പറയാം? അത് വേറെ അറിവ്, ഇത് വേറെ. അത് പടച്ച റബ്ബിൻ്റെ അറിവ് പോലെയല്ല പടപ്പുകളുടെ അറിവ്. കൂട്ടരെ, അത് തന്നെ ബാക്കിയുള്ള സിഫത്തുകളിലും പറഞ്ഞാൽ മതി. അള്ളാഹു കേൾക്കുന്നത് പോലെയല്ല പടപ്പുകൾ കേൾക്കുക, അള്ളാഹു കാണുന്നത് പോലെയല്ല പടപ്പുകൾ കേൾക്കുക, അള്ളാഹു കാണുന്നത് പോലെയല്ല പടപ്പുകൾ കാണുക. രണ്ടും രണ്ട് സിഫത്താണ്, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, എന്ത് പേടിച്ചിട്ടാണ് ഈ ഖൗം ഇത്തരം സിഫത്തുകൾ നിഷേധിച്ചത്? അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകും എന്ന് പേടിച്ച്. പക്ഷേ അവരേതിൽ നിന്ന് പേടിച്ചോടിയോ അതിൻ്റെ ഏറ്റവും മോശമായ വകുപ്പിൽ അവർ പോയി ചാടുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? അള്ളാഹു കാണും കേൾക്കുമെന്ന് പറഞ്ഞാൽ കാണുന്ന കേൾക്കുന്ന പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാകുമെങ്കിൽ, കാണൂല കേൾക്കൂല എന്ന് പറഞ്ഞാലോ? കാണാത്ത പടപ്പിനോട്,
അന്ധരോട്, ബധിരരോട് അള്ളാഹുവിന് സാദൃശ്യപ്പെടുത്തലാവുകയില്ലേ? അവൻ കേൾക്കില്ല, കാണില്ല എന്ന് പറഞ്ഞാൽ ഇത് സാദൃശ്യപ്പെടുത്തലാണ് എന്ന് വാദത്തിന് സങ്കല്പിച്ച ഏതാ കൂടുതൽ നല്ലത്? ഇത് സാദൃശ്യപ്പെടുത്തലാണെന്ന് സങ്കല്പിച്ച് നോക്കി, എങ്കിലേതാണ് നല്ലത്? കാണുന്ന കേൾക്കുന്ന പടപ്പിനോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തലാണോ, അതല്ല കാണാത്ത കേൾക്കാത്ത പടപ്പുകളോട്, ആ ന്യൂനതയുള്ള പടപ്പുകളോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തലാണോ? സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ അവരാണ് അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തിയത്. അവരാദ്യം അള്ളാഹു കാണും കേൾക്കുമെന്ന് കേട്ടപ്പോൾ, ഈ സിഫത്തുകൾ അറിഞ്ഞപ്പോൾ ഉടൻ അവരുടെ ചിന്ത പോയത് പടപ്പുകളുടെ കാഴ്ചയിലേക്കും കേൾവിയിലേക്കുമാണ്. ആദ്യം സാദൃശ്യപ്പെടുത്തി. തശ്ബീഹിൽ അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുക എന്ന അപകടത്തിൽ അവർ ആദ്യം വീണു. അതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ചു. തഅതീലിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, വിശേഷണങ്ങളെ തള്ളിക്കളയുന്നതിൽ വീണു. അതോടെ വീണ്ടും അവർ തശ്ബീഹിൽ വീണു. എങ്ങനെ? കാണാത്ത കേൾക്കാത്ത പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, തുടക്കവും ഒടുക്കവും അപകടത്തിൽ. എന്തേ സംഭവിച്ചത്? എന്താണ് ഇതിൻ്റെ ഒക്കെ കാരണം? ഖുർആനിനും സുന്നത്തിനും വന്നത് അതുപോലെ വിശ്വസിക്കാത്തതിനാൽ. സലഫ്, നമ്മുടെ ഈ ഉമ്മത്തിലെ മുൻഗാമികൾ എങ്ങനെ അത് വിശ്വസിച്ചു? അതുപോലെ വിശ്വസിക്കാത്തതിനാൽ. സ്വന്തം ഫിലോസഫികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളും വിശേഷണങ്ങളും മനസ്സിലാക്കുന്നതിൽ അവർ സ്വീകരിച്ചതിനാൽ. അതാണ് യഥാർത്ഥത്തിൽ അവർക്കുണ്ടായ അപകടമെന്ന് പറയുന്നത്. നോക്കൂ, അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും എന്നാൽ അതൊരിക്കലും സൃഷ്ടികളുടേതുപോലെയല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ കേൾവി നോക്കൂ, കാഴ്ച നോക്കൂ, അതിന് പരിധിയില്ല. പരിധി പടപ്പുകളുടെ കേൾവിയും കാഴ്ചയുമോ പരിധിയുള്ളതാണ്. ഒരു പരിധിക്ക് അപ്പുറത്തുള്ളത് കേൾക്കാൻ നമുക്ക് കഴിയില്ല, ഒരു പരിധിക്ക് ഇപ്പുറത്തുള്ളതും കേൾക്കാൻ കഴിയില്ല. ശബ്ദം ഒരു പരിധിക്കപ്പുറം കൂടിയാൽ കേൾക്കാൻ കഴിയില്ല, കുറഞ്ഞാലും കേൾക്കാൻ കഴിയില്ല. കാഴ്ച അതെ, നമുക്ക് എല്ലാം കാണാൻ കഴിയില്ല, എല്ലാം കാണാൻ കഴിയില്ല. ഒരു സമുദ്രത്തിന് മുന്നിൽ പോയി നിന്നാൽ എത്ര നമുക്ക് കാണാൻ കഴിയും? നമ്മുടെ മുന്നിലുള്ള ഭാഗം മാത്രം. ഈ ചുമരിനപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു പരിധിയുമില്ലാതെ കാണുന്നവനും കേൾക്കുന്നവനും. അവനെല്ലാം കാണും, അവനെല്ലാം കേൾക്കും. കഴിഞ്ഞില്ല. നിങ്ങൾ നോക്കൂ, മനുഷ്യരായ പടപ്പുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചയും കേൾവിയും നമുക്കില്ലായിരുന്നു. അള്ളാഹു തന്നതാണ്, പിന്നീടുണ്ടായതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും അവനോടൊപ്പമുള്ളതാണ്, മുമ്പേ ഉള്ളതാണ്. ഏതുപോലെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇന്ന ഖലഖനൽ ഇൻസാന, നാം മനുഷ്യനെ പടച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി, കൂടിക്കലർന്ന ബീജത്തിൽ നിന്ന് അവനെ പരീക്ഷിക്കാൻ നാം അവനെ പടച്ചു. നിങ്ങൾ നോക്കൂ, ആ സ്ഥിതിയിൽ, നമ്മുടെ ആദ്യത്തെ അവസ്ഥയിൽ കേവലം ഒരു ഭ്രൂണമായിരിക്കെ എവിടെയാണ് കാഴ്ചയും കേൾവിയും ഉള്ളത്? കാഴ്ചയോ കേൾവിയോ ഇല്ലായിരുന്നു, വെറും ഒരു രക്തക്കട്ട. അതിനു മുൻപ് ഒരു ബീജഗണം. ആരാണ് സമഉം ബസറും നമുക്ക് നൽകി? റബ്ബു സുബ്ഹാനഹു വ തആല. അതിനു മുമ്പ് അതില്ല. എന്ന് മാത്രമല്ല, ഒരാൾക്ക് പ്രായം ചെന്നാൽ, നസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, ഒരാളുടെ കണ്ണിന് കാഴ്ച മങ്ങും, കാതിന് കേൾവി കുറയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ദുആയിൽ കാണാം, വമത്തഅനാ ബിഅസ്മാഇനാ വഅബ്സാറിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ വജഅൽഹുൽ വാരിസ മിന്നാ. അല്ലാഹു ഞങ്ങളുടെ കണ്ണും കാതും ശക്തിയുമെല്ലാം അനുഭവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ മരിക്കുവോളം. വജഅൽഹുൽ വാരിസ മിന്നാ, വജഅൽഹുൽ വാരിസ മിന്നാ, അത് ഞങ്ങളുടെ വാരിസാക്കി മാറ്റണമേ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിശദീകരണം പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, മരിക്കുന്നത് വരെ അത് ഉണ്ടാകണമേ. ഒരു അനന്തര സ്വത്ത് വിട്ടേച്ചു പോകുന്നത് പോലെ മാത്രം വിട്ടേച്ചു പോവുക. അനന്തര സ്വത്ത് എപ്പോഴാണ് അനന്തരാവകാശികളുടേതാവുക? മരിച്ചു കഴിഞ്ഞാൽ മാത്രം. ഒരാളുടെ മരണം ഇരിസ് വീതം വെക്കാനുള്ള, അതായത് ഒരു സ്വത്ത് ഇരിസായി തീരാൻ, അനന്തര സ്വത്തായി തീരാനുള്ള ഷർത്തുകളിൽ ഒന്നാണ് എന്ത്? അത് ആരുടേതാണ്? അയാൾ മരിക്കണം എന്നുള്ളത്. എന്നാലേ അത് അവകാശിയുടേത് ആവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണത്. കാരണം അവകാശിയാകേണ്ട ആൾ നേരത്തെ മരിച്ചു പോവുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാമല്ലോ. അപ്പോൾ ആരുടേതാണ് സ്വത്ത്, അയാളുടെ മരണത്തിൻ്റെ സമയം റുക്കനാണ്.
അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നാണ് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ആക്കി തീർക്കണമേ എൻ്റെ കാഴ്ചയും കേൾവിയും, അതാ മരിച്ചാലല്ലാതെ അത് നഷ്ടപ്പെടരുത് എന്നൊരു വിശദീകരണമുണ്ട്. അതുപോലെ മറ്റൊരു വിശദീകരണം അനന്തരാവകാശികൾക്ക് ഇത് നൽകണമേ എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തത് എന്തുകൊണ്ടാണ്? മനുഷ്യർക്ക് പ്രായം ചെന്നാൽ അവരുടെ കാഴ്ച മങ്ങും, കേൾവി മങ്ങും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമഅ്, അവൻ്റെ ബസർ, ഇത് സുബ്ഹാനല്ലാഹ് ഒരിക്കലും ഒരു കാലത്തും ഒരു നിലക്കും അതിനൊരു കുറവ് സംഭവിക്കുകയില്ല. മറിച്ച് അവൻ്റെ സമഅ് പരിപൂർണമായ സമഅാണ്, അവൻ്റെ ബസർ പരിപൂർണമായ ബസറാണ്, അവൻ്റെ കാഴ്ചയും അവൻ്റെ കേൾവിയും. ഇനി നോക്കൂ, ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാഠം, ഈ സമഉം ബസറുമെല്ലാം അംഗീകരിക്കുമെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷെ അത് പഠിപ്പിക്കുമ്പോൾ അവർ തെറ്റായ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ഉദാഹരണത്തിന് അവർ പറയും അള്ളാഹു കാണും. എങ്ങനെ കാണും? എന്നിട്ട് കുട്ടികളവർ പഠിപ്പിക്കും കണ്ണില്ലാതെ കാണുന്ന അള്ളാഹ്, കാതില്ലാതെ കേൾക്കുന്ന അള്ളാഹ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണത്. വളരെ വലിയ തെറ്റാണത്. ഖുർആനിലോ സുന്നത്തിലോ ഇങ്ങനൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഖുർആനിലെ ഒരായത്ത് കണ്ണില്ലാതെ കാണുന്ന അള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസ് കണ്ണില്ലാതെ കാണുന്ന അള്ളാഹു, കാതില്ലാതെ കേൾക്കുന്ന അള്ളാഹു എന്ന് ഖുർആനിൽ ഒരായത്ത്, കാതില്ലാതെ കേൾക്കുന്ന അള്ളാഹു എന്ന് ഒരു ഹദീസ്. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താനുള്ള, അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും നല്ല വാക്കുകൾ ഖുർആനിലുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ടാകും. അതിനപ്പുറം റബ്ബിനെ പരിശുദ്ധപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഖുർആനിലും സുന്നത്തിലും വരാത്തത് പറയുക പാടില്ല. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം, കണ്ണില്ലാതെ കാണുന്ന അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് സ്ഥിരപ്പെട്ട, റബ്ബിനുണ്ട് എന്ന് റബ്ബ് പറഞ്ഞ ഒരു വിശേഷണത്തെ അവർ നിഷേധിക്കുകയാണ്. എന്താണത്? അള്ളാഹുവിൻ്റെ കണ്ണുകൾ എന്ന വിശേഷണമാണ്. ഇൻഷാ അള്ളാഹ് ഈ കിതാബിൽ അത് വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കണ്ണുകൾ ഖുർആനിൽ വന്നതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വസ്നഇൽ ഫുൽക ബിഅയുനിന വഹീന വനൂഹ്, താങ്കൾ കപ്പൽ നിർമ്മിക്കുക, ബിഅയുനിന വഹീന, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലായിക്കൊണ്ട്, നമ്മുടെ വഹി അനുസരിച്ചുകൊണ്ട്. തജ്രി ബിഅയുനിന, ആ കപ്പലതാ സഞ്ചരിക്കുന്നു, ബിഅയുനിന, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലായിക്കൊണ്ട്. അള്ളാഹുവിന് കണ്ണുകളുണ്ട്, ഇരു കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ മുഖേന അള്ളാഹു കാണുന്നു. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്, അവൻ്റെ ദാത്തിലുള്ള അവൻ്റെ വിശേഷണങ്ങളാണ് അവന് ഇരു കണ്ണുകളുണ്ട് എന്ന്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അള്ളാഹു പറഞ്ഞതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? അവസാന കാലത്ത് മസീഹുദ് ദജ്ജാൽ വരും. അവസാന കാലത്ത് മസീഹുദ് ദജ്ജാൽ വരും. അവൻ പറയും ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അവൻ ആദ്യം നബിയാണെന്ന് പറഞ്ഞു വരും, പിന്നെ അവൻ റബ്ബാണെന്ന് പറഞ്ഞു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നഹു അഅവർ, അവൻ ഒറ്റക്കണ്ണനാണ്. വമാ റബ്ബുക്കും ബിഅഅവർ, നിങ്ങളുടെ റബ്ബ് എന്തല്ല? ഒറ്റക്കണ്ണനല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു റബ്ബുൽ ആലമീൻ ഇരു കണ്ണുകളുള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇരു കണ്ണുകളുള്ളവനാണ് എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അപ്പം നോക്കൂ, കണ്ണില്ലാതെ കാണുന്ന അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ വിശേഷണത്തെ അവർ നിഷേധിക്കുകയാണ്, പറയാൻ പാടില്ല. കാതില്ലാതെ കാണുന്ന അള്ളാഹ് എന്ന് പറയാനും പാടില്ല, കാതില്ലാതെ കേൾക്കുന്ന അള്ളാഹ് എന്ന് പറയാനും പാടില്ല. എന്തുകൊണ്ട്? ഖുർആനിലും സുന്നത്തിലും അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടില്ല. ഖുർആനിലും സുന്നത്തിലും വരാത്ത ഒരു പ്രയോഗം ശരിക്കും ശ്രദ്ധിക്കുക. ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ട് എന്ന് പറയും, ഇല്ല എന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറയും. ഒന്നും വരാത്തതോ, ഉണ്ട് എന്നോ ഇല്ല എന്ന് വരാത്തതോ നമ്മളൊന്നും പറയുകയില്ല. ആ വിഷയത്തിലേക്ക് അഹ്ലുസുന്നത്ത് കടക്കുകയില്ല. ആ വിഷയത്തിലേക്ക് അഹ്ലുസുന്നത്ത് കടക്കുകയില്ല. ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പറയുകയില്ല. അതേസമയം ഇല്ല എന്ന് ഖുർആനിലും സുന്നത്തിലും വരാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ പറയുകയില്ല, മറിച്ച് ഒന്നും പറയാതിരിക്കും. അതേസമയം ഇങ്ങനെ ആരെങ്കിലും അതേക്കുറിച്ച് അങ്ങനെയുള്ള അനാവശ്യമായ ചോദ്യങ്ങൾ തർക്കത്തിനിടയിലോ മറ്റോ ചോദിച്ചാൽ നമ്മൾ പറയും നിങ്ങളെന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടപ്പുകൾക്കുള്ളതുപോലെ തുളയുള്ള കാത് എന്നാണോ? റബ്ബിനതില്ല എന്ന് നമ്മൾ പറയും. കാരണം അള്ളാഹു സമദാണ്,
സമദിൻ്റെ ഒരർത്ഥം എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അള്ളാഹു സമദ്, അള്ളാഹുവിൻ്റെ സമദ് എന്ന പേരിൻ്റെ അർത്ഥമാണ് അവന് ഉദരമില്ല എന്നത്. ഉള്ളുണ്ട് എന്ന് പറയുക പാടില്ല റബ്ബിനെ കുറിച്ച്. അവൻ സമദ. അപ്പോൾ ഈ പറയുന്ന തുള എന്ന് പറയുന്നത് ആ സിഫത്തിനെതിരാണ്. ഖാദിൻ്റെ തുള എന്ന് പറയുന്ന ആ വിശേഷണത്തിനെതിരാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുകയില്ല. അങ്ങനെ നമ്മൾ പറയുക. അതല്ലാത്ത മറ്റു വല്ല അർത്ഥവുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഖൈറെന്നോ ഷർറെന്നോ പറയാൻ സാധിക്കാത്ത, ഒരു ന്യൂനതയെന്നോ അല്ലെങ്കിൽ പൂർണ്ണതയെന്നോ പറയാൻ സാധിക്കാത്ത എന്തെങ്കിലും വിശേഷണമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച് അത് നമ്മൾ പറയുകയില്ല. ഉണ്ട് എന്നോ ഇല്ല എന്ന് പറയുകയില്ല. ഇതാണ് അഹ്ലു സുന്നത്തി വിശ്വാസം. ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ കുറിച്ച് ഉണ്ട് എന്ന് പറഞ്ഞത് ഉണ്ട് എന്ന് പറയും, ഇല്ല എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയും. ഖുർആൻ സുന്നത്തിലും വന്നതുപോലെ ഒന്നും വന്നില്ലേ ഒന്നും പറയുകയില്ല. അള്ളാഹു അവനെക്കുറിച്ച് അറിയാത്തത് പറയാൻ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അതൊരു ന്യൂനതയാണോ അള്ളാഹുവിനില്ല എന്ന് നമ്മൾ പറയും. ഏതുപോലെ കാതെന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് തുളയോ മറ്റോ ആണ് എങ്കിൽ, അതല്ലാത്ത മറ്റു വല്ല വിശേഷണവുമാണോ ന്യൂനതകളൊന്നുമില്ലാത്തത്, നമ്മൾ ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയുകയില്ല. അള്ളാഹു പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് അത് നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ കാതില്ലാതെ കാണുന്ന അള്ളാഹ് എന്ന വാക്ക് തെറ്റാണ്, പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൂടാ. കാതില്ലാതെ കേൾക്കുന്ന അള്ളാഹ് എന്ന വാക്ക് പറയാൻ പാടില്ല, തെറ്റാണ്. കണ്ണില്ലാതെ കാണുന്ന അള്ളാഹ് എന്ന് പറയരുത്, തെറ്റാണ്. കാതില്ലാതെ കേൾക്കുന്ന അള്ളാഹ് എന്ന് പറയരുത്, അതും തെറ്റാണ്. കണ്ണുകളാകട്ടെ അവനുണ്ടെന്ന് സ്ഥിരപ്പെട്ടതാണ്. കാത് എന്ന പ്രയോഗം അള്ളാഹുവിൻ്റെ സിഫത്തായി ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയുകയില്ല. തർക്കത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള വാദവുമായി വന്നാൽ നമ്മൾ ചോദിക്കുക, എന്താണ് നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് അതിന് മറുപടി പറയും. പടപ്പുകളുടെ ഇതുപോലെ വല്ല സിഫത്തുമാണോ? അള്ളാഹുവിനില്ല എന്ന് നമ്മൾ പറയും. തുളയാണോ? അള്ളാഹുവിനില്ല എന്ന് നമ്മൾ പറയും. ഇനി മറ്റെന്തെങ്കിലും ആണോ നീ ഉദ്ദേശിക്കുന്നത്? ഉണ്ട് എന്നോ ഇല്ല എന്നോ നമ്മൾ പറയുകയില്ല, ഒന്നും പറയുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഖുർആനിലും സുന്നത്തിലും വരാത്ത പ്രയോഗങ്ങൾ, നിഷേധത്തിൻ്റെ പ്രയോഗങ്ങൾ, ഇതൊക്കെ അവരുടെ ഏത് സ്വഭാവത്തിൽ നിന്ന് വന്നതാണ്? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇല്ല 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇല്ലാത്ത വിശേഷണങ്ങളെക്കുറിച്ച്. മറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്നത് അള്ളാഹുവിൻ്റെ ഉള്ള വിശേഷണങ്ങൾ പറയുക എന്നതാണ്. ഇല്ല എന്ന് പറയുക അത് പൊതുവായ വാക്കുകൾ മാത്രമായിരിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവന് മരണമില്ല, അവന് ഉറക്കമില്ല, അവൻ അനീതി ചെയ്യുകയില്ല, ഇങ്ങനെ പൊതുവായ ചില പ്രയോഗങ്ങൾ മാത്രമാണ് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ അവനുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വിശേഷണങ്ങളാണ്. അവനെല്ലാം കാണുന്നവനാണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്, റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ റഊഫാണ്, അവൻ ഏറ്റവും ഭംഗിയുള്ളവനാണ്, അവൻ ഏറ്റവും ശക്തിയുള്ളവനാണ്, അവൻ സ്രഷ്ടാവാണ്, അവൻ നിയന്ത്രിക്കുന്നവനാണ്, അവൻ ലജ്ജയുള്ളവനാണ്, അവൻ ചിരിക്കുന്നവനാണ്, അവൻ അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തവനാണ്, അവൻ പടപ്പുകൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ അന്ത്യനാളിൽ വരുന്നവനാണ്, അവൻ ഭൂമിയോടടുത്ത ആകാശത്തിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇറങ്ങി വരുന്നവനാണ്. ഇതൊക്കെ അവൻ ഉണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എത്രയോ 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 വിശേഷണങ്ങളാണ് നമുക്ക് അറിയുന്നത്. അറിയാത്ത എത്രയോ പേരുകളും വിശേഷണങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലക്കുണ്ട്. നമുക്കറിയാത്ത എത്രയോ എത്രയോ പേരുകൾ, അറിയാത്ത എത്രയോ എത്രയോ വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലായത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട്. ദുഃഖം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പറഞ്ഞൊരു ദുആ, അത് ഒരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ദുഃഖം നീങ്ങിപ്പോകും. ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനഃപ്പാടമാക്കണമെന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കേൾക്കുന്നവരിത് മനഃപ്പാടമാക്കാതെ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആ. ഇത്ര ശ്രേഷ്ഠമായ ദുആ ആണത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅഥർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅല القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني عبدك. അള്ളാഹു, ഞാൻ നിൻ്റെ അടിമയാണ്. വബ്നു അബ്ദിക്, നിൻ്റെ ഒരു അടിമയുടെ മകനാണ്. വബ്നു അമതിക്, നിൻ്റെ ഒരു അടിയാത്തിയുടെ മകനാണ്. മാദിൻ ഫിയ ഹുക്മുക്, എൻ്റെ കാര്യത്തിൽ കഴിഞ്ഞുപോയതെല്ലാം റബ്ബേ നിൻ്റെ വിധിയാണ്. ആദുലുൻ ഫിയ ഖദാഉക്, എൻ്റെ കാര്യത്തിൽ നിൻ്റെ തീരുമാനമെല്ലാം റബ്ബേ നീതിയാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, അള്ളാഹുവേ നിൻ്റെ എല്ലാ പേരുകൾ മുഖേനയും ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, നീ നിന്നെ വിളിച്ച പേരുകൾ. നമ്മുടെ റബ്ബിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ്റെ പേരുകൾ മുഴുവൻ അവൻ ആര് വിളിച്ചതാണ്? അവൻ വിളിച്ചതാണ്.
മുശ്രിക്കുകളുടെ ഇലാഹുകളുടെ സ്ഥിതി എന്താണ്? അവരുടെ പേരുകൾ അവരുടെ ആരാധ്യർ അവർക്കിട്ടതാണ്. മുശ്രിക്കുകളാണ് അവരുടെ ദൈവങ്ങൾക്ക് പേരിട്ടത്. മനസ്സിലായില്ലേ? അവരാരാധിക്കുന്ന ഒരു കല്ലിനെ മറ്റൊരു കല്ലിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത് എന്താണ്? അവൻ കൊടുത്ത പേരാണ്, മറ്റൊന്നുമല്ല. ഈ കല്ലിന് അവൻ ഈ പേരിട്ട് വിളിച്ചു, ആ കല്ലിന് അവൻ ആ പേരിട്ട് വിളിച്ചു. അവൻ്റെ ഇലാഹിന് അവനാണ് പേര് നൽകിയത്. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വഅബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഇത് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും വിളിച്ച ചില പേരുകൾ മാത്രമാണ്. അള്ളാഹു ഒരു തെളിവും അതിനെ അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പേരോ? ഈ ദുആയിൽ നോക്കൂ, സമ്മൈത ബിഹി നഫ്സക, റബ്ബേ നീ നിന്നെ വിളിച്ച പേരുകൾ. ഔ അൻസൽതഹു ഫി കിതാബിക്, അല്ലെങ്കിൽ നീ നിൻ്റെ ഒരു കിതാബിൽ അവതരിപ്പിച്ച പേരുകൾ, നിൻ്റെ കിതാബുകളിൽ നീ അവതരിപ്പിച്ച പേരുകൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിൻ്റെ പടപ്പുകളിൽ ആരെങ്കിലുമൊക്കെ നീ പഠിപ്പിച്ച പേരുകൾ. ബാക്കി നോക്കൂ, ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബ് ഇൻദക്, നിൻ്റെ അദൃശ്യ വിജ്ഞാനത്തിൽ നീ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാതെ രഹസ്യമാക്കി വെച്ച പേരുകൾ കൊണ്ടും. അവിടെ തെളിവുണ്ട്. എന്ത്? ഒരു പടപ്പിനും പഠിപ്പിച്ചു കൊടുക്കാത്ത പേരുകൾ അള്ളാഹുവിനുണ്ട്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? അൻത ജഅൽ അൽ ഖുർആന റബീഅ ഖൽബി, അള്ളാഹു എൻ്റെ ഹൃദയത്തെ നീ ഖുർആനിൻ്റെ റബീഅ ആക്കണമേ, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ റബീഅ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്തതിന് ശേഷമുള്ള ഫലങ്ങൾ മുളക്കുന്ന കാലമാണ്, വസന്തകാലമാണ്. ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ റബീഅ ആക്കണമേ, വനൂറ സദ്രി, എൻ്റെ നെഞ്ചകത്തിൻ്റെ പ്രകാശമാക്കണമേ, വജലാഅ ഹുസ്നി, എൻ്റെ ദുഃഖം നീക്കി കളയുന്നതാക്കണമേ, വദഹാബ ഹമ്മി, എൻ്റെ ആശങ്ക ഇല്ലാതാക്കി കളയുന്നതാക്കണമേ. ഇത് ദുആ ചെയ്താൽ അള്ളാഹു അവന് ദുഃഖത്തിനു പകരം സന്തോഷം നൽകുമെന്നാണ്. അത് നീക്കി പകരം സന്തോഷം അള്ളാഹു നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേൾക്കുന്നവർ ഇത് പഠിച്ചിരിക്കണമെന്ന്. നോക്കൂ, ആ ദുആയിലുണ്ട് അള്ളാഹുവിന് നമ്മൾ അറിയാത്ത പേരുകളുണ്ട്. പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പേരുകളെല്ലാം ഹസ്ന, ഏറ്റവും നല്ലതാണ്. ഓരോ പേരിലും ഒന്നോ അതിലധികമോ എന്തുണ്ടായിരിക്കും? അയ്യോ, വിശേഷണങ്ങൾ ഉണ്ടായിരിക്കും, സിഫത്തുകൾ ഉണ്ടായിരിക്കും. അതില്ലാത്ത പേരില്ല, കഴിഞ്ഞില്ല. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് അന്ത്യനാളിൽ ജനങ്ങളെല്ലാം വിചാരണക്കെടുക്കാൻ വേണ്ടി ആദം നബിയുടെ അരികിൽ അള്ളാഹുവിനോടൊന്ന് പറയാൻ വേണ്ടി ചെല്ലും. ആദം നബി പേടിക്കും അലൈഹിസ്സലാം. നൂഹ് നബിയുടെ അരികിൽ ചെല്ലും, നൂഹ് അലൈഹിസ്സലാം പേടിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ ചെല്ലും, ഇബ്രാഹിം നബിയും പേടിക്കും. മൂസാ നബിയും ഈസാ നബിയും ഒക്കെ പേടിക്കും അലൈഹിമുസ്സലാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ, ഞാനാണ് അതിൻ്റെ ആൾ. അള്ളാഹുവിൻ്റെ അർശിന് മുന്നിൽ സുജൂദിൽ വീഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിനെ പുകഴ്ത്താനുള്ള, ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ പുകഴ്ത്താനുള്ള, അവനെ വാഴ്ത്താനുള്ള ചില വാക്കുകൾ എനിക്കന്ന് പഠിപ്പിച്ചു തരും, എൻ്റെ മനസ്സിലിട്ട് തരും. നബി പറയുകയാണ്, എനിക്കിപ്പോൾ അതറിയില്ല, ഇപ്പോൾ എനിക്കത് അറിയില്ല എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അത് പറഞ്ഞ് റബ്ബിനെ പുകഴ്ത്തിയാലാണ് ഒടുവിൽ അള്ളാഹു പറയും, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, ഇർഫ റഅസക്, ശിരസ് ഉയർത്തുക, സൽ തുഅത, ചോദിക്കുക നൽകപ്പെടും, വഷ്ഫ തുഷഫ, ശുപാർശ പറയുക, അങ്ങയുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. അപ്പോഴാണ് ജനങ്ങളുടെ ശുപാർശക്കെടുക്കാൻ അശ്ശഫാഅത്തുൽ ഉദ്മ, ഏറ്റവും മഹത്തരമായ ആ ശുപാർശ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നിങ്ങൾ നോക്കൂ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് അള്ളാഹു അവനെക്കുറിച്ചുള്ള സ്തുതിയുടെ വാക്കുകൾ, മഹാമിദ്, ആ സമയത്ത് മനസ്സിലിട്ട് തരും. ഇപ്പോൾ എനിക്കതറിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ വാഴ്ത്തുക എന്തു പറഞ്ഞിട്ടാണ്? അവൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ്. അവൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടേ എന്ത് ചെയ്യുകയുള്ളൂ? അവനെ പുകഴ്ത്തുകയുള്ളൂ, അവനെ വാഴ്ത്തുകയുള്ളൂ. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്തറിയാത്ത അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്, പുകഴ്ത്താനുള്ള വാക്കുകളാണ് അവിടെ റബ്ബ് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നമ്മോടുള്ള റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് അവൻ്റെ വിശേഷണങ്ങളിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതിൻ്റെ പോലും അറിയാത്ത ഒരു വശം ഉണ്ട്. അള്ളാഹുവിൻ്റെ ഏത് സിഫത്ത് നീ പഠിച്ചാലും അതിന് രണ്ട് വശമുണ്ട്. എന്താണത്? ഒന്ന്, നിനക്ക് മനസ്സിലാക്കാവുന്നതിൻ്റെ അർത്ഥം. രണ്ട്, അതിൻ്റെ കുൻഹ്, അതിൻ്റെ യാഥാർത്ഥ്യം, കൈഫിയ, എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതുപോലെ അള്ളാഹുവിനെ നിനക്ക് കാണാം പരലോകത്ത്, സ്വർഗത്തിൽ. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.
പക്ഷേ പരിപൂർണമായി കാണുക സാധ്യമല്ല. ഏതുപോലെ സുബ്ഹാനല്ലാഹ്, ഒരു പടപ്പും അള്ളാഹുവിനെ പോലെയല്ല. പക്ഷേ പടപ്പുകൾ പോലും, പടപ്പുകളെ കാണുന്ന കാഴ്ച പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചയോട് ഉപമിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഈ പൂർണ്ണ നിലാവിനെ കാണുന്നത് പോലെ നിങ്ങൾ റബ്ബിനെ കാണുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, സൂര്യനെ കാണുന്നത് പോലെ റബ്ബിനെ കാണുമെന്ന് സാദൃശ്യപ്പെടുത്തിയത് എന്തിനെയാണ്? മർഇയോടല്ല, റുഇയയോടാണ്. കാണപ്പെടുന്നതിനെ കാണപ്പെടുന്നതിനോടല്ല. കാരണം കാണപ്പെടുക ചന്ദ്രനാണ്, സൂര്യനാണ്, റബ്ബിനെയും കാണും. ഈ മർഇയോടല്ല, മറിച്ച് റുഇയയോട്, കാഴ്ചയോടാണ് സാദൃശ്യപ്പെടുത്തിയത്. കാഴ്ചയോട്, കാരണം തെളിഞ്ഞ് കാണും. അതുപോലെ സൂര്യനെയും ചന്ദ്രനെ നമ്മൾ എങ്ങോട്ട് നോക്കിയിട്ടാണ് കാണുന്നത്? മുകളിലേക്ക് നോക്കിയിട്ടാണ് കാണുന്നത്. റബ്ബിനെ അങ്ങനെയാണ് കാണുക. എന്നാൽ നോക്കൂ, അതിൽ തന്നെ ഉണ്ട് ആ ഉദാഹരണം തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂര്യൻ നമ്മൾ കാണുന്നു, ചന്ദ്രൻ നമ്മൾ കാണുന്നു. ശരി, മുഴുവൻ കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. ശരി, ഒരു കടലിന് മുന്നിൽ നീ പോയി നിൽക്കുന്നു. ഈ കടൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, യാതൊരു സംശയമില്ല. മുഴുവൻ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീ അതിൻ്റെ മുന്നിൽ, അതിൻ്റെ ഭംഗിക്ക് മുന്നിൽ, അതുപോലെ നിൻ്റെ മുന്നിൽ ആർത്തിളച്ചു വരുന്ന തിരമാലകൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പുറം നീ കാണുന്നില്ല, അതിൻ്റെ എല്ലാ ഭാഗവും നീ കാണുന്നില്ല. സൃഷ്ടികളിൽ, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ എത്രയോ ചെറുതാണ്, നിസാരമാണ് ഈ പറഞ്ഞതൊക്കെ. ഇത് കാണുന്നതിൻ്റെ മുന്നിൽ, ഇത് കാണുമ്പോൾ നിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ, അള്ളാഹുവിനെ കാണുമ്പോൾ എന്തായിരിക്കും? അള്ളാഹുവിനെ നീ കാണും, മുഴുവനായി കാണാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലുത്, ആ കാഴ്ചയാണ് ഏറ്റവും വലുത്. അതിനോളം വലുത് മറ്റൊന്നുമില്ല. സ്വർഗം പോലും അതിനോളം വരികയില്ല. മറിച്ച് അതെല്ലാം അള്ളാഹുവിനെ കാണുക എന്നതിന് മുന്നിൽ നിസാരമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നോക്കൂ. റബ്ബിൻ്റെ വിശേഷണങ്ങൾ, നിനക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. ശംഅ് എന്ന് പറഞ്ഞാൽ കേൾവി, നിനക്കറിയാം. കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം. കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്കറിയാം. കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്കറിയാം. കൈ എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്കറിയാം. പക്ഷേ അതിൻ്റെ കൈഫി, അതെങ്ങനെയാണ്, അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ ആ കണ്ണിൻ്റെ, അവൻ്റെ കാതിൻ, അസ്തഗ്ഫിറുല്ലാഹ്, അവൻ്റെ കൈകളുടെ, അവൻ്റെ കണ്ണുകളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിനക്കറിയില്ല. അതിൻ്റെ കൈഫിയ എങ്ങനെയെന്ന് നിനക്കറിയില്ല. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഏതേത് വിശേഷണങ്ങളും, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏതേത് വിശേഷണങ്ങളും ഇങ്ങനെയാണ്. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഏത് വിശേഷണങ്ങളിലും ഈ പാഠം മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവൻ കാണും, അവൻ കേൾക്കും. ഇനി നോക്കൂ, സമഅ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണത്തിന്, ആ സിഫത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഒരർത്ഥമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്, കേൾക്കുക. സമീഅ, അവൻ കേൾക്കുന്നവനാണ്. സമഅ എന്ന സിഫത്തിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? ഉത്തരം നൽകുക എന്നതാണ്. അള്ളാഹു യസ്മഉ എന്ന് പറഞ്ഞാൽ, സമിഅ എന്ന് പറഞ്ഞാൽ, സമിഅ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കേട്ടു എന്നർത്ഥമുണ്ട് അതിന്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഉത്തരം നൽകി എന്നായിരിക്കും. അത് ഭാഷയിലും അങ്ങനെ തന്നെയാണ്, മലയാളത്തിലും വരെ അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരാളോട് പറയും, ഞാൻ പറയുന്നത് കേൾക്കണം. ഏതർത്ഥത്തിലാണ്? ചെവിയിൽ എൻ്റെ ശബ്ദം പതിയണം എന്ന അർത്ഥത്തിലല്ല. അത് പതിയുന്നുണ്ട്, നമുക്കറിയാം. മറിച്ച് ഈ പറഞ്ഞതിനോട് പ്രതികരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പറയും, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. എന്താണ് പലപ്പോഴും അത് പറയുമ്പോൾ ഉദ്ദേശിക്കുക? ശബ്ദം എൻ്റെ ചെവിയിൽ അടിക്കുന്നതല്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്. മറിച്ച് പ്രതികരിക്കാം, അനുസരിക്കാം എന്നതുപോലെ ഉത്തരം നൽകുക എന്ന അർത്ഥത്തിൽ സമഅ ഉപയോഗിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ് നിസ്കാരത്തിൽ പറയുന്നത്, സമഅ അല്ലാഹു ലിമൻ ഹമിദ. എന്താണ് അർത്ഥം? അള്ളാഹുവിനെ സ്തുതിച്ചവന് അള്ളാഹു ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണ്, കേട്ടു എന്നല്ല. അവിടെ എന്താണ് അർത്ഥം? അള്ളാഹുവിനെ സ്തുതിച്ചവൻ അള്ളാഹു ഉത്തരം നൽകിയിരിക്കും. അപ്പോഴാണ് എന്ത് പറയുക? റബ്ബനാ വലക്കൽ ഹംദ്, അള്ളാഹു നിനക്കാണ് എല്ലാ സ്തുതിയും. അല്ലെങ്കിൽ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ്. ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗങ്ങൾ തന്നെയാണ്. റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ വലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ്. ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ അതുപോലെ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ദുആയിൽ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബ, അള്ളാഹു നീ എനിക്ക് നല്ലൊരു സന്താനത്തെ നൽകണമേ. ഇന്നക സമീഉദ് ദുആ, ഇന്നക സമീഉദ് ദുആ എന്താണ് അവിടെ അർത്ഥം? നീ ദുആ കേൾക്കുന്നവനാണ്.
അഥവാ ഉത്തരം നൽകുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നീ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയിൽ കാണാം, അൽഹംദുലില്ലാഹി അല്ലദി വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. പ്രായം ചെന്നതിന് ശേഷം എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും നൽകിയ അള്ളാഹുനാണ് എല്ലാ സ്തുതിയും. ഇന്ന റബ്ബി ലസമീഉ ദുആ, എൻ്റെ റബ്ബ് സമീഉ ദുആ ആണ്. എന്നർത്ഥം ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദുആഇൻ ലാ യുസ്മഅ. അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന്. ഒരു പഠിച്ച അറിവ് പ്രായവർത്തികമാക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് ഉപകാരമില്ലാത്ത അറിവ് ആണ് എന്നാണ്. അതുപോലെ ഉപദ്രവകരമായ അറിവുണ്ട്, സിഹർ പോലെ ഉപദ്രവകരമായ അറിവാണ്, പഠിക്കാൻ പാടില്ല. ചൂതാട്ടം, അങ്ങനെ ഹറാമായ എന്തെങ്കിലും കാര്യം, സംഗീതം, ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് അത് അറിവാണ്, പക്ഷെ അത് ഉപദ്രവകരമായ അറിവാണ്, ഉപകാരം ഉണ്ടാക്കുന്ന അറിവല്ല. മിൻ ഇൽമിൻ ലാ യൻഫഅ മിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭയപ്പെടാത്ത ഖുശൂ ഇല്ലാത്ത ഹൃദയത്തിൽ നിന്നും, ഒമിൻ നഫ്സിൻ ലാ തശ്ബഅ, കൊതി തീരാത്ത മനസ്സിൽ നിന്നും, ഒമിൻ ദുആഇൻ ലാ യുസ്മഅ. എന്താണ് അവിടെ അർത്ഥം? ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്നും എന്നാണ്, അല്ലാതെ കേൾക്കാത്ത ദുആയിൽ നിന്ന്. എന്നിട്ട് സ്വലാസം കാവൽ തേടുമോ? അള്ളാഹു കേൾക്കാത്ത ഏതെങ്കിലും ദുആ ഉണ്ടാവുമോ? ഇല്ല. ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സമീഅ അല്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സം എന്ന് പറയുമ്പോൾ അള്ളാഹു കേൾക്കുക എന്ന അർത്ഥവുമുണ്ട്, അതുപോലെ ഉത്തരം നൽകുക എന്ന അർത്ഥവുമുണ്ട്. അവൻ ഈ അർത്ഥത്തിലും സമീഅ ആണ്. സമീഅ എന്ന അവൻ്റെ പേരിൽ ഈ അർത്ഥവും അടങ്ങിയിട്ടുണ്ട്. ഇനി നോക്കൂ, ബസീർ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേര്, ബസീർ എന്ന റബ്ബിൻ്റെ പേര്. കാണുക എന്നതാണ് ബസറിൻ്റെ അർത്ഥം. അവൻ ബസീറാണ്, അവൻ എല്ലാം കാണുന്നവനാണ്, അവൻ എല്ലാം നോക്കുന്നവനാണ് എന്ന് വന്നിട്ടുണ്ട്. യറ, റഅ എന്നീ വാക്കുകൾ അള്ളാഹുവിൻ്റെ വിശേഷണമായി വന്നിട്ടുണ്ട്. ഇഹ്സാൻ എന്നാൽ അൻ തഅബുദ അല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഹദീസിൽ കേട്ടിട്ടില്ലേ? ഇഹ്സാൻ എന്നാൽ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. എന്താണ് വന്ന വാക്ക്? യറാക്. റഅ തുടങ്ങിയ വാക്കുകൾ, നദറ തുടങ്ങിയ വാക്കുകൾ അള്ളാഹുവിൻ്റെ സിഫത്തായി വന്നിട്ടുണ്ട്. ലാ യൻദുറുല്ലാഹ്, അള്ളാഹു ഒരു കൂട്ടരിലേക്ക് നോക്കുകയില്ല. എൻ്റെ അർത്ഥം എന്താണ്? മറ്റു ചില കൂട്ടരിലേക്ക് അള്ളാഹു നോക്കും എന്നാണ്. അതുപോലെ ബസർ എന്ന പദവും അള്ളാഹുവിൻ്റെ കാഴ്ച എന്ന വിശേഷണം ആയിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ള അടുത്ത ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ വിശേഷണം തന്നെ വന്നിട്ടുള്ള ആയത്താണ്. എന്താണ് ആയത്ത്? ഇന്നല്ലാഹ നിഅമ്മ യഅലുക്കും ബിഹി, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം എത്ര നല്ലതാണ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നബിയുടെ ചൂണ്ടുവിരൽ കണ്ണിലേക്കും തള്ളവിരൽ ചെവിയിലേക്കും ഇങ്ങനെ ചൂണ്ടി. എന്നിട്ടാണ് ഈ ആയത്ത് വന്നത്, ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അള്ളാഹു കാണുന്നവനും അള്ളാഹു കേൾക്കുന്നവനുമാണ്. കണ്ണിലേക്കും ചെവിയിലേക്കും വിരൽ ചൂണ്ടിയിട്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഒരിക്കലും തശ്ബീഹല്ല, അള്ളാഹുവിൻ്റെ സിഫത്തിനെ പടപ്പുകളുടെ സിഫത്തിനോട് സാദൃശ്യപ്പെടുത്തുകയല്ല, മറിച്ച് തഹ്ഖീഖുസ് സിഫ പഠിച്ചു വെക്കുക. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? തഹ്ഖീഖുസ് സിഫ, ആ സിഫത്ത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലുള്ളതാണ്. പഴച്ച കക്ഷികൾ പറയുന്നത് പോലെ ആലങ്കാരിക പ്രയോഗമോ മറ്റൊന്നുമല്ല. മനസ്സിലായില്ലേ? സമീഅൻ ബസീറ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. നബി ഇത് പറയുമ്പോൾ എന്താ ചെയ്തത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ണിലേക്കും ചെവിയിലേക്കും ചൂണ്ടാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? തഹ്ഖീഖുസ് സിഫ, ആ സിഫത്ത് യഥാർത്ഥ അർത്ഥത്തിലാണ് എന്ന് പറയാൻ, അല്ലാതെ ഈ കണ്ണ് പോലെയാണ് ആ കണ്ണ് എന്ന് പറയാനല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതുപോലെ ഇങ്ങനെ കാണിച്ചാൽ അതെന്തല്ല, ഒരിക്കലും സാദൃശ്യപ്പെടുത്തലല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മറ്റൊരു ഹദീസ്? നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്ത് അവൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും, ഭൂമി അവൻ്റെ കയ്യിലൊതുക്കും,
എന്നിട്ട് അവൻ പറയും അനൽ മലിക്, ഞാനാണ് രാജാതിരാജൻ. ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ മിമ്പറിൽ നിന്ന് കൈ ഇങ്ങനെ ഒരു കുട്ടി പന്തെടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു എന്നാണ്. സഹാബത്തിന് തോന്നിപ്പോയി നബി മിമ്പറിൽ നിന്ന് വീണു പോകുമോ എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കാണിച്ചത്? സാദൃശ്യപ്പെടുത്തിയതാണോ? ഇതുപോലാണെന്ന് പറയാൻ അല്ല, മറിച്ച് തഹ്ഖീഖു സിഫ, ഇതാണ് ആ അള്ളാഹുവിൻ്റെ വിശേഷണം, അത് യഥാർത്ഥ അർത്ഥത്തിലാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഇത്രയും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതല്ല ഇങ്ങനെയാണ് എന്ന് പറയാനല്ല. ഇവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ചൊരു പച്ചക്കളവ് ചില നാടുകളുടെ കാഴ്ചകൾ വിവരിക്കുന്ന കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മിമ്പറിൽ പ്രസംഗിക്കുന്നത് കണ്ടു. മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഇത് അള്ളാഹു ഇങ്ങനെയാണ് താഴെ ഇറങ്ങുക എന്ന് പറഞ്ഞു എന്ന്. പച്ചക്കളവാണ്. കാരണം അത് സാദൃശ്യപ്പെടുത്തലാണ്. ഇങ്ങനെയാണ് അള്ളാഹു ഇറങ്ങുക. ഇബ്നു തൈമിയ്യയുടെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ കളവുകളാണ് അതുപോലുള്ള കാര്യങ്ങൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് ഇങ്ങനെയല്ല, മറിച്ച് അത് സിഫത്ത് അത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കണ്ണിലേക്കും ചെവിയിലേക്കും ചൂണ്ടിക്കൊണ്ട് പറയുകയുണ്ടായി. അപ്പം അത്രയും യാഥാർത്ഥ്യത്തിൽ അത് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അവനോടുള്ള സ്നേഹവും വർദ്ധിക്കുകയാണ് ചെയ്യുക. അവൻ്റെ മഹത്വം നമ്മുടെ മനസ്സിൽ നിറയുകയാണ് ചെയ്യുക. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് പഠിക്കാത്ത ആളുകൾക്കാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം മനസ്സിലില്ലാതിരിക്കുക. അവരാണ് റബ്ബിനെ കുറിച്ച് തമാശ പറയുക, അവനാണ് അള്ളാഹുവിനെ കുറിച്ച് വിലയില്ലാതെ സംസാരിക്കുക, അള്ളാഹുവിൻ്റെ വിധിയെ മോശമാക്കി സംസാരിക്കുക. അള്ളാഹുവിനെ അറിഞ്ഞവൻ ഒരിക്കലും റബ്ബിനെക്കുറിച്ച് അതുപോലുള്ള വാക്കുകൾ പറയുകയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.